മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്നൊരു ഹെഡിങ് ആണ് നമ്മൾ എല്ലാവരും എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ പുതിയതായിട്ട് വന്ന കുറച്ച് കുട്ടികളൊക്കെ ഓഡിയബിൾ ആണോ ഞാൻ പറയുന്നത്? മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, ചോദിക്കുക, ഇതെല്ലാം ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടുപേരും എഴുതിയ ഹെഡിങ്, പുതിയ കുട്ടികളും പഴയ കുട്ടികളും. അപ്പൊ എല്ലാവരും ഹെഡിങ് എഴുതിയിരിക്കുന്നത് മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്നാണ്. അപ്പം എല്ലാവരും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എഴുതാനുള്ളവരുണ്ടെങ്കിലും എഴുതുക, ഹെഡിങ് എഴുതുക മെഷർമെന്റ് ഓഫ് ലെങ്ത്. നോട്ട് ചെയ്തോ? കഴിഞ്ഞ ദിവസം എഴുതിയ കുട്ടികളുണ്ടല്ലോ, അവര് ജസ്റ്റ് കേട്ടിരിക്കുക. ഐ മീൻ പുതിയ കുറച്ച് കുട്ടികൾ, അവര് അതിന്റെ ആദ്യത്തെ ഒരു പോർഷൻസ് എഴുതിയായിരുന്നു. ഇപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള എന്തിനെ പറയാം നമുക്ക്? ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. സോ ലെങ്തിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? ലെങ്ത് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ഇൻ സ്പേസ്. ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്പേസിലെ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ബോഡിയുടെ രണ്ട് എൻഡ്. ഇപ്പൊ നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് മുതൽ നമ്മുടെ കാലിൽ നിൽക്കുന്ന ആ പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നമ്മുടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ഇൻ സ്പേസ് എന്നാണ് ലെങ്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഞാൻ അവിടെ എഴുതിയാണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ it is the distance between അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ, അങ്ങനെ എഴുതാം. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ two points in space. 2 points in space. സ്പേസിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ രണ്ട് പോയിന്റുകൾ അല്ലെങ്കിൽ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് അറിയുന്നത്? ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ഈ സാധാരണ നമ്മൾ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡിവൈസ് ഉപയോഗിക്കും? നമ്മൾ സ്കെയിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ +1 ഫിസിക്സിലോട്ടൊക്കെ +2 ഫിസിക്സിലോട്ടൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ പഠിക്കും ആക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടിയുള്ള ഡിവൈസുകളുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് സ്ക്രൂ ഗേജ്, വെർനിയർ, അങ്ങനെയുള്ള കുറെ ഡിവൈസുകളും അതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെങ്ത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? ഹൗ ക്യാൻ ബി മെഷർ ദ ലെങ്ത്? ഒന്ന് നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെ ആരാണ്? നമ്മുടെ ഡയറക്റ്റ് മെഷർമെന്റ്. രണ്ടാമത് എങ്ങനെ മെഷർ ചെയ്യും? രണ്ടാമത് മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് മെഷർ ചെയ്യുന്ന ആരാണ്? ഇൻഡയറക്റ്റ് മെഷർമെന്റ്. ഇതിൽ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്കെയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ നേരിട്ടെടുക്കുന്ന മെഷർമെന്റിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഏതൊക്കെയായിരിക്കും? പഴയ കുട്ടികൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇൻഡയറക്റ്റ്, ഇപ്പൊ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ പെൻസിലിന്റെയോ പെന്നിന്റെയോ ഒക്കെ ലെങ്ത് മെഷർ ചെയ്യുന്നു, അതെല്ലാം ഡയറക്റ്റ് ആണ്. നമ്മൾ നമുക്ക് ഒരു നമ്മുടെ വീട് മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ബിൽഡിംഗ് വരെ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തൊരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാറെല്ലാം എന്താ? ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ മെഷർമെന്റ് എന്തൊക്കെയാണ്? ആർക്കെങ്കിലും അറിയാവോ? പുതിയ കുട്ടികളല്ല, പഴയ കുട്ടികളൊന്ന് റിപ്ലൈ ചെയ്യുക. എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ? പറയാ. ഹലോ, റീഹ, അലീന, ഹന, എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ? ഞാൻ പറയുന്ന ഓഡിയബിൾ അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ഇൻഡയറക്റ്റ്? നിങ്ങൾ പറയാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നേ? എങ്ങനെ നമ്മളെ ഇൻഡയറക്റ്റ് മെഷർമെന്റുകൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഡയറക്റ്റ് അല്ലാതെ എടുക്കുന്ന മെഷർമെന്റുകൾ ഏതൊക്കെയാ ലെങ്തിന്റെ? എനി ഐഡിയ? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്.
ഏതാണ് സ്പേസിലെ ഡിസ്റ്റൻസ്. സ്പേസിലെ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അങ്ങനത്തെ ഡിസ്റ്റൻസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ ഇനി എല്ലാവരും നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ഹെഡിങ് എഴുതുക, ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. Indirect method for measuring large distance. നമ്മുടെ ഈ ലാർജ് ഡിസ്റ്റൻസുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതിന് പല രീതികളുണ്ട്. അതിലെ ഒന്നാമത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് മെത്തേഡിനെ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രയാങ്കുലേഷൻ മെത്തേഡ്. അതിന്റെ കൂടെ ഒരു കാര്യം എഴുതണം, ഫോർ ദ ഹൈറ്റ് ഓഫ് ആൻ accessible ഒബ്ജക്റ്റ് എന്നാണ്. എന്താണ് ഇവിടെ അക്സസബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? എനി ഐഡിയ? അക്സസബിൾ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഐഡിയ? ഇതാണ് സബ് ഹെഡിങ് പറഞ്ഞേക്കുന്നത്, ട്രയാങ്കുലേഷൻ മെത്തേഡ് ഫോർ ദ ഹൈറ്റ് ഓഫ് ആൻ അക്സസബിൾ ഒബ്ജക്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്. എന്താണ് ഇവിടെ അക്സസബിൾ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനി ഐഡിയ? ഇതൊരു ഹൈറ്റ് ഓഫ് ദ ട്രീ ആവാം, ഹൈറ്റ് ഓഫ് എ ടവർ ആവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? അക്സസബിൾ ഒബ്ജക്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അത് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്താന്ന് നോക്കുക. ഇവിടെ ഒരു ചെറിയൊരു ടവർ ഉണ്ട്. ആ ടവർ AB എന്ന് ഞാൻ വിളിക്കുന്നു. ഈ ടവറിന്റെ ഹൈറ്റ് ആണ് H. സപ്പോസ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ ടവറിൽ നിന്നുള്ള നിങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ X എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം C. സോ ഈ ടവറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. അതാണ് തീറ്റയാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ആംഗിൾ ACB എന്ന് പറയുന്നത് താഴോട്ടൊന്ന് മാറ്റിയത്, ആംഗിൾ ACB എന്ന് പറയുന്നത് എഴുതാൻ നമുക്കത് തീറ്റയാണ്. ഇവിടുത്തെ ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്ന് ഫ്രം ട്രയാങ്കിൾ ABC, ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടെത്തണം? ടാൻ ഓഫ് തീറ്റ കണ്ടെത്തണം. എങ്ങനെയാണ് ടാൻ തീറ്റ കണ്ടെത്തുന്നത്? എന്താണ് ഇതിൽ നിന്ന് ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറയാൻ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഏതാണ്ട് ആംഗിളിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡ് എടുത്താലേ നമുക്ക് എന്ത് കിട്ടത്തോളൂ? ഇതിന്റെ ഹൈറ്റിന്റെ ഓപ്ഷൻ വരും. അപ്പൊ നമുക്ക് എപ്പോഴും സൈൻ എടുക്കാം ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കോസ് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടാനും എടുക്കാൻ കഴിയും. സോ ഇവിടെ എന്തുകൊണ്ട് ടാൻ എടുത്തു? ടാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് AB ഡിവൈഡഡ് ബൈ CB. എനിക്ക് ABയുടെ വാല്യൂ ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ ഏതെടുത്തത്? ടാൻ തീറ്റ എടുത്തത്. സോ ഇതിൽ നിന്ന് എനിക്ക് കിട്ടും AB ഈസ് ഇക്വൽ ടു CB ഇൻറ്റു ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ AB എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്, ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്, അല്ലെങ്കിൽ ഹൈറ്റ് H ഈസ് ഇക്വൽ ടു CBയുടെ വാല്യൂ എന്താ? X ഇൻറ്റു ടാൻ തീറ്റ. സോ എക്സിന്റെ വാല്യൂയും ടാൻ ഓഫ് ദ ആംഗിളിന്റെ ആ തീറ്റയുടെ വാല്യൂം അറിയാമെങ്കിൽ നമുക്ക് ഈ അക്സസബിൾ ഹൈറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മെഷർ ചെയ്തെടുക്കാൻ കഴിയും. സോ ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് ഓഫ് ദ ഹൈറ്റ്. ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? യെസ് സർ. അപ്പൊ അവിടെ നമുക്കൊരു സെന്റൻസ് ഇങ്ങനെ എഴുതാം, knowing the distance X, height H can be calculated.
which can be calculated. നോട്ട് ചെയ്തേ പെട്ടെന്ന് എല്ലാവരും നോട്ട് ചെയ്ത ടെസ്റ്റസ് ഒന്ന് നോട്ട് ചെയ്തെന്നെങ്കിൽ നോട്ട് ഇടുന്ന മെസ്സേജ് ഇട്ടേ. അതില് ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കാം. ക്ലിയർ ആണോ ഇത്? മക്കളെ ക്ലിയർ ആണോ? ഹലോ. Yes, sir. Yes. Okay, done. എങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അക്സസിബിൾ ഹൈറ്റ് എന്ന് എഴുതിയത് ഇത് ട്രയാങ്കുലേഷൻ മെത്തേഡ് ഫോർ ദ ഹൈറ്റ് ഓഫ് ആൻ ഇൻഅക്സസിബിൾ ഒബ്ജക്റ്റ് എന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ ഞാൻ അതങ്ങ് തരിക. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇനിയിപ്പോ ചില നീറ്റ് ജി ലെവലിലൊക്കെ എക്സാമിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇതിനകത്തുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ അകത്ത് എഴുതുക ട്രയാങ്കുലേഷൻ മെത്തേഡ് ഫോർ to measure the height of an inaccessible object. എന്താ മക്കളെ ഇൻഅക്സസിബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? എനി ഐഡിയ? ഇപ്പൊ ഒരു കുന്നിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ വലിയൊരു മൗണ്ടൻ, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. ഇൻഅക്സസിബിൾ ഹൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഹെഡിങ് എഴുതിക്കുക എല്ലാവരും. ട്രയാങ്കുലേഷൻ മെത്തേഡ് ടു മെഷർ ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ആൻ ഇൻഅക്സസിബിൾ ഒബ്ജക്ട് എന്ന് ഹെഡിങ് എഴുതുക. ഹൈറ്റ് ഓഫ് ആൻ ഇൻഅക്സസിബിൾ ഒബ്ജക്ട് എന്ന് ഹെഡിങ് എഴുതുക. ഹൈറ്റ് ഓഫ് ആൻ ഇൻഅക്സസിബിൾ ഒബ്ജക്ട് എന്ന് എഴുതുക. ശരി, ഇവിടെ ഒരു ചെറിയൊരു കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ഉണ്ട്. നമുക്ക് അതിന്റെ പേര് AB എന്ന് ഞാൻ വിളിക്കാം. എനിക്ക് ഇതിന്റെ ഹൈറ്റ് H ആണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ഫസ്റ്റ് സെൻസ് നോട്ട് ചെയ്യുക. ലെറ്റ് H be the height of the mountain to be measured എന്ന് എല്ലാവരും എഴുതിക്കേ. ലെറ്റ് H be the height of the mountain to be measured എന്ന് എഴുതുക. Let H be the height of the mountain to be measured. മക്കളെ ആരോ ഒരാള് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, ഈ മൗണ്ടനിൽ നിന്ന്, മൗണ്ടന്റെ എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ആദ്യം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, നോയിങ് ഡിസ്റ്റൻസ് ആണ്, അറിയുന്ന ഒരു ഡിസ്റ്റൻസ്, നമുക്കൊരു തൽക്കാലം ഒരു എക്സ് മീറ്റർ ട്രാവൽ ചെയ്യും. അതാണ് സി ആണ്. AB മേലോട്ട് എഴുതുക. അപ്പൊ ഒരു വൃത്തി AB. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലോട്ട് ട്രാവൽ ചെയ്യണം, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. എന്നിട്ട് അവിടെ സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, SEX
TANT. സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഇവിടെ നിന്ന് ആ ഡിവൈസ് ഉപയോഗിച്ച് എന്ത് മെഷർ ചെയ്യും നമ്മൾ? ഈ ആംഗിൾ ഓഫ് എലിവേഷൻ ആദ്യത്തെ ഒരു θ1 മെഷർ ചെയ്യും. θ1 മെഷർ ചെയ്യും. അതിനുശേഷം കുറച്ച് ഇപ്പുറത്തോട്ടൂടെ മാറി അടുത്തൊരു ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യും. ഡിയിലോട്ട് ട്രാവൽ ചെയ്യും. അതേപോലെ തന്നെ അവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. അത് ഡി. ആദ്യം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ എന്ത് മെഷർ ചെയ്യും? എക്സ് എന്നും മെഷർ ചെയ്യും. അതിനുശേഷം ഈ ഡിയിൽ നിന്ന് സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് എയിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ θ2 കണ്ടെത്തും. θ2 കണ്ടെത്തും. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇവിടെ സി മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച മെത്തേഡ്, അതായത് അക്സസബിൾ ഹൈറ്റിന്റെ മെത്തേഡ് ഉപയോഗിക്കും. സോ അതിൽ നിന്ന് നേരത്തെ അവിടെ നമ്മൾ ടാൻ തീറ്റയെ കണ്ടെത്തിയെങ്കിൽ പക്ഷെ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് കോട്ട് തീറ്റയാണ്. സോ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC-യിൽ നിന്ന് നമ്മൾ ആദ്യം ആരുടെ വാല്യൂ എടുക്കുന്നത്? കോട്ട് θ1ന്റെ വാല്യൂ. അപ്പൊ കോട്ട് θ1 = നമുക്ക് കിട്ടും CB ഡിവൈഡഡ് ബൈ AB എന്ന് കിട്ടും. അപ്പൊ CB ഡിവൈഡ് ബൈ AB എന്ന് വെച്ചാൽ x/h. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, എന്നാ പിന്നെ ആദ്യമേ തന്നെ നമുക്ക് ടാൻ തീറ്റ വെച്ച് ചെയ്തുകൂടെ? പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് നോക്കിക്കോളാം. അതുപോലെ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABD, അതായത് ഫുള്ള് വരും ABD. ABD എന്ന് പറയുമ്പോൾ ABD എന്ന് എടുക്കുക. അതിൽ നിന്ന് നമ്മൾ കോട്ട് തീറ്റ കണ്ടെത്തുന്നു. കോട്ട് θ2 ആണ് കണ്ടത്. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് നമുക്ക് ഡി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതുന്നത് DB ഡിവൈഡഡ് ബൈ ആരെന്ന് വരും? AB എന്ന് പറയാം. അപ്പൊ DB എന്ന് പറയുന്നത് ആരാ? രണ്ട് ഡിസ്റ്റൻസ് എടുക്കും, D പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ H എന്ന് വരും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? കോട്ട് θ2 മൈനസ് കോട്ട് θ1 കണ്ടെത്തുക. അപ്പൊ സ്റ്റെപ്പ് എന്ത് വരും? D പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ H മൈനസ് എക്സ് ബൈ H എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സെന്റൻസ് നോക്കുക. നമ്മൾ A പ്ലസ് B ബൈ സി എന്തുവാന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ A പ്ലസ് B ബൈ സി? A ബൈ സി പ്ലസ് B ബൈ സി എന്ന്. അതുപോലെയല്ലേ ഈ കിടക്കുന്നേ? സോ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് കോട്ട് θ2 മൈനസ് കോട്ട് θ1 = D ബൈ H മൈനസ് എക്സ് ബൈ H മൈനസ് എക്സ് ബൈ H എന്ന് കിട്ടും. പ്ലസ് മൈനസ് ഓക്കെ അല്ലേ? മൈനസ് എക്സ് ബൈ എച്ചും പ്ലസ് എക്സ് ബൈ എച്ച് ക്യാൻസൽ ആയി പോകും. സോ ഇതിൽ നമുക്ക് കിട്ടും കോട്ട് θ2 മൈനസ് കോട്ട് θ1 = D ഡിവൈഡഡ് ബൈ H എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടും D ഡിവൈഡഡ് ബൈ കോട്ട് θ2 മൈനസ് കോട്ട് θ1. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു രണ്ട് രീതിയിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എടുക്കുന്നത്? ആ എടുക്കുന്ന മെഷർമെന്റ് നല്ല രീതിയിൽ സാർ ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടി പറയാം. ഏത് സെന്റൻസ് ആമോനെ? ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആദ്യം ഒരു വേർഡ് പറഞ്ഞാണോ? ലെറ്റ് AB = അല്ലെങ്കിൽ ലെറ്റ് H be the height of the mountain to be measured എന്നാണ്. ലെറ്റ് ഒന്നുകൂടെ പറയാം, വിഷമിക്കണ്ട. ലെറ്റ് AB be the height of let H be the height of the mountain to be measured എന്ന് എഴുതാം. എഴുതിയോ ഷാമിൽ? ഷാമിൽ എഴുതിയോ? അത് മൈക്ക് ഓൺ ചെയ്ത് പറയുമായിരുന്നെ ഞാൻ ആ മെസ്സേജ് ശ്രദ്ധിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കത്തില്ലേ? യെസ്, ഓക്കെ. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക. എന്താണ് AB എന്ന് പറയുന്നത്? നമ്മൾ എടുക്കുന്ന നമുക്ക് മെഷർ ചെയ്തേണ്ട മൗണ്ടന്റെ ഹൈറ്റ് ആണ് H. സോ അതിന് എന്ത് ചെയ്തു? ആദ്യം ഒരു സ്ഥലം സെലക്ട് ചെയ്തു C. അവിടെ നിന്ന് എയിലേക്ക് നോക്കി അവിടുത്തെ ആംഗിൾ θ1 മെഷർ ചെയ്തു സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചു. രണ്ടാമത് എന്ത് മെഷർ ചെയ്തു? ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു സിയിൽ നിന്ന് ഡിയിലേക്ക്. സോ അവിടെ നിന്ന് എന്ത് മെഷർ ചെയ്തു? θ2 മെഷർ ചെയ്തു എയിലേക്കുള്ള ആ പീക്കിലേക്കുള്ള പോയിന്റിലെ ഡിയിൽ നിന്ന്. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് ട്രയാംഗിൾ ABC-യിൽ നിന്ന് കോട്ട് θ1ന്റെ വാല്യൂ കണ്ടെത്തുന്നു. അത് CB ഡിവൈഡഡ് ബൈ AB ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ H എന്ന് നമുക്ക് കിട്ടും. ഇനി അതുപോലെ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABD അതിൽ നിന്ന് കോട്ട് θ2ന്റെ വാല്യൂ എടുക്കുന്നു. അത് DB ബൈ AB ആണ്.
അതിൽ നിന്ന് ഡി ബി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം. കാരണം ആ ലെങ്ത് ഫുള്ള് കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് ഡി അല്ലെങ്കിൽ ഡി പ്ലസ് എക്സ് ചെയ്യണം. സോ ഡി പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. അതിനുശേഷം കോട്ട് തീറ്റ 2 നിന്ന് കോട്ട് തീറ്റ 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് എക്സ് ബൈ എച്ച് എന്ന് കിട്ടും. അതിൽ ഡി പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ചിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. കോട്ട് തീറ്റ 2 മൈനസ് കോട്ട് തീറ്റ 1 ഈസ് ഇക്വൽ ടു ഡി ബൈ എച്ച് പ്ലസ് എക്സ് ബൈ എച്ച് മൈനസ് എക്സ് ബൈ എച്ച് എന്ന് കിട്ടും. പ്ലസ് എക്സ് ബൈ എച്ചും മൈനസ് എക്സ് ബൈ എച്ചും ക്യാൻസൽ ചെയ്യും. സോ അതിൽ നിന്ന് കോട്ട് തീറ്റ 2 മൈനസ് കോട്ട് തീറ്റ 1 ഈസ് ഇക്വൽ ടു ഡി ബൈ എച്ച് എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എച്ച് മെഷർ ചെയ്യാം. ഡി ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റ 2 മൈനസ് കോട്ട് തീറ്റ 1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? Yes, sir. യെസ്. ബാക്കിയുള്ളവർ ആരുടെയും എല്ലാവരും മെസ്സേജ് ഇട്ടേ, എല്ലാവരും മെസ്സേജ് ഇട്ടേ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയണം. നിങ്ങൾ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. എന്ത് അവസ്ഥയല്ലേ? പണ്ട് സ്കൂളിൽ ഇരുന്ന് മിണ്ടിയ കുഴപ്പമായിരുന്നു, ഇപ്പൊ മിണ്ടിയിലേ കുഴപ്പം. യെസ്, എല്ലാവരും ഏകദേശം 45+ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. എല്ലാവരും ഇട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഏകദേശം 25-30 പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ ഇവിടെ ഇല്ലേ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ്. എല്ലാവരും നോട്ട് ചെയ്തോ? ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞോ? നോട്ട് ചെയ്തോ? Yes, sir. ശരി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നമുക്ക് എക്സാമിനൊക്കെ വേണ്ടി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാ പറയുന്നത് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ്. നിങ്ങൾക്ക് പാരലാക്സ് മെത്തേഡ് എന്താന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മൂക്കിന് മേളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ 2 കണ്ണിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ പെൻ എടുത്ത് വെക്കുക. പെൻ അടുത്ത് വെക്കണ്ട, ജസ്റ്റ് ഒരു കുറച്ച് ഡിസ്റ്റൻസിലോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ണ് ഓണും ഓഫും ആക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എന്നാ ചെയ്യുക? നിങ്ങളുടെ പെൻ എടുക്കുക. പെന്നെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നേരെ കൊണ്ടുവന്ന് വെക്കുക. നമ്മുടെ ആ നെറ്റിക്ക് നേരെ, നമ്മുടെ 2 കണ്ണിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഡിസ്റ്റൻസ് നേരെ കൊണ്ട് വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും കണ്ണും ആൾട്ടർനേറ്റ് ആയിട്ട് അടയ്ക്കുക. ഐ മീൻ ഒന്ന് അടയ്ക്കുക, ഒന്ന് തുറക്കുക, ഒന്ന് അടയ്ക്കുക, ഒന്ന് തുറക്കുക. ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒന്ന് ചെയ്ത് നോക്കിക്കേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പതുക്കെ ലെഫ്റ്റ് റൈറ്റ് കണ്ണൊന്ന് അടച്ചു നോക്കിയാലും മതി. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? പെൻ ഇളകുന്ന പോലെ തോന്നുന്നു. പെൻ ഇളകുന്ന പോലെ തോന്നുന്നു. ലിയാന പറഞ്ഞു പൊസിഷൻ മാറുന്നു. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആകെ ഈ 2 കുട്ടികൾക്ക് മാത്രമേ അത് ഫീൽ ചെയ്തോളൂ. ലിയനയ്ക്കും ഈ ഓഡിയോ പറഞ്ഞ കുട്ടിക്ക് മാത്രമേ അത് ഫീൽ ചെയ്തോളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും ഫീൽ ചെയ്തില്ലേ? ഞാൻ ഈ പേര് വിളിച്ച് ചോദിക്കണോ? പൊസിഷൻ മാറുന്ന പോലെ തോന്നും. യഥാർത്ഥത്തിൽ ആ പൊസിഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഡിഫറെന്റ് പൊസിഷൻ പോലെ തോന്നുന്നുണ്ട്. യെസ്, പൊസിഷൻ മാറുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് ചെയ്യുന്ന സമയം വേണ്ടടോ. ആ മൈക്ക് ഓൺ ചെയ്ത് സാറേ അതിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് തോന്നുന്ന പോലെ തോന്നുന്നു പറയാൻ. ഓക്കെ, അപ്പൊ അവിടെ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ ഈ പൊസിഷനിലെ ചേഞ്ച് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഐഡ് മൂവ്മെന്റിന്റെ പ്രസൻസിലാണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈ ഒരു
നമ്മുടെ പെണ്ണെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ആ പെന്നിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ പെൻ അപ്പിയേഴ്സ് ടു ബി ചേഞ്ച്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. സോ ദിസ് ഈസ് കാൾഡ് പാരലാക്സ് എന്നറിയപ്പെടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മള് പാരലാക്സ് എന്ന് നമ്മൾ വിളിക്കും. സോ ആ ഡെഫിനിഷൻ ഞാൻ തരാം. സപ്പോസ് ഇത് നമ്മുടെ ലെഫ്റ്റ് ഐ, ഇത് നമ്മുടെ റൈറ്റ് ഐ ആണെന്ന് വിചാരിക്കുക. ഈ എൻഡില് ഇത് നമ്മുടെ ലെഫ്റ്റ് ഐ, ഇത് നമ്മുടെ റൈറ്റ് ഐ. സോ ഈ ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്, ലെഫ്റ്റും റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. അതിനെ ബേസിസ് എന്നാണ് വിളിക്കുന്നത്. ബി എന്ന് വിളിക്കാനുള്ള റീസൺ തന്നെ അതിനെ ബേസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ബേസിസ്. ഇനി സപ്പോസ് ഈ ലെഫ്റ്റ് ഐയിൽ നിന്ന് പെന്നിലേക്കുള്ള ഡിസ്റ്റൻസ് എസ്, ആറിൽ നിന്ന് പെന്നിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തു? എസ് ആയിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഒ എന്ന് പറയുന്നത്. സോ ഈ സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കും തീറ്റ. സോ അതിന്റെ താഴെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ആരും എഴുതല്ലേ? ആംഗിൾ തീറ്റ ഈസ് കാൾഡ്, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ എന്ന് വിളിക്കും. നമ്മൾ പാരലാക്സ് ആംഗിൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പാരലാക്റ്റിക് ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. പാരലാക്റ്റിക് ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ നമുക്ക് ഈ മെത്തേഡ്, ഈ പാരലാക്സ് മെത്തേഡിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് തന്നത്. ഈ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ചിലപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഓർ എനി പ്ലാനറ്റ് ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടെത്തണം. സോ അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്തെന്നറിയപ്പെടുന്നത്? പാരലാക്സ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. സോ ആ പാരലാക്സ് മെത്തേഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പാരലാക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം നിങ്ങളുടെ പെൻ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ഐ ഒന്ന് ക്ലോസും ഓപ്പൺ ചെയ്യാൻ പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്താണ് പാരലാക്സ് എന്നുള്ള ഫീൽ കാണിക്കാൻ വേണ്ടിയാണ്. സോ അപ്പൊ ഇവിടെ നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ കണ്ടെത്തണം. ഈ തീറ്റ കണ്ടെത്തിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എസ് നമുക്ക് കണ്ടെത്താം. സോ നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്നത്. ആർക്ക് ബൈ റേഡിയസ്. സോ തീറ്റ ഈസ് ഇക്വൽ ടു, തൽക്കാലം ആർക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ സൈഡ് എടുക്കുക, ആർക്ക് എന്ന് പറയുന്നത് ബി. ഇതിലേക്കുള്ള ഡിസ്റ്റൻസിന് തൽക്കാലം ഞാൻ റേഡിയസിനെ എസ് ആയിട്ട് എടുക്കുന്നു. സോ എനിക്ക് ഇതിൽ നിന്ന് എസ് കിട്ടും. എസ് ഇസ് ഇക്വൽ ടു ബി ബൈ എസ് എന്ന് കിട്ടും. എസ് ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ബി ബൈ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഓർ എനി പ്ലാനറ്റ് മെഷർ ചെയ്യാൻ മെത്തേഡ് പറയും ഈ പാരലാക്സിനെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. സോ എന്താണ് പാരലാക്സ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം നിങ്ങൾക്ക് തന്നത്. ആദ്യം അവിടെ എല്ലാവരും നോട്ട് ചെയ്തേ, പാരലാക്സ് എന്ന് ഹെഡിങ് എഴുതാം. പാരലാക്സ് മെത്തേഡ് എന്ന് ഹെഡിങ് എഴുതാം. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതണം, ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ഷിഫ്റ്റ് in the position of an object with respect to another when we shift our left or shift our eye sideways, അങ്ങനെ എഴുതിയാൽ മതി. shift our eye sideways. It is apparent shift to the position of an object with respect to another when we shift our eye sideways. ഇതിനെയാണ് നമ്മൾ എന്ത് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്? പാരലാക്സ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. എഴുതിയ ദെൻ നിങ്ങൾ ആദ്യം എന്നിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കുക.
ആദ്യം ഈ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചു കഴിഞ്ഞോ? Yes, Yes, sir. sir. Sure. അപ്പൊ അവിടെ ആദ്യം ഇങ്ങനെ എഴുതാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ആദ്യം ബേസിനെ കുറിച്ച് എഴുതണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the distance between the distance between the distance between ഒരു നിമിഷമേ. The distance between the 2 point of observation is called the distance between ഏറ്റു പോകുന്നവർക്ക് വേണ്ടി കൂടെ എഴുതാം. The distance between 2 point of observation. Distance between 2 points of observation. Points of observation is called basis. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബേസിസ് എന്ന് വിളിക്കും. ബേസിസ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെ എഴുതണം. LR is equal to B, called basis. എന്നിട്ട് ഇങ്ങനെ എഴുതണം. ദ ആംഗിൾ LOR, ഫിഗറിലോട്ടൂടെ നിങ്ങൾ നോക്കണം. The angle LOR is equal to theta is called parallax angle or parallactic angle. Parallactic angle എന്ന് വിളിക്കും. Parallactic angle എന്ന് വിളിക്കും. നോട്ട് ചെയ്തോ? Yes, sir. നോട്ട് ചെയ്താ? Yes, sir. Sir. Yes, sir. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എഴുതാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? പാരലാക്റ്റിക് ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കും പാരലാക്സ് ആംഗിൾ എന്ന് വിളിക്കും. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അടുത്തൊരു ഹെഡിങ് എഴുതുക. ഡിസ്ക്രൈബ് ദ പാരലാക്സ് മെത്തേഡ് for the determination of distance of the moon or any planet. Distance of the moon or any planet.
സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ മൂൺ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസില് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ ഒരു നിശ്ചിതമായിട്ടൊരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എടുക്കുന്നു. ആരിലേക്ക്? നമ്മുടെ മൂണിലേക്കുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എടുക്കുന്നു. അതാണ് എസ് എന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ്. സോ ഇവിടുത്തെ ആംഗിൾ ആരാന്ന് വിചാരിക്കുക? തീറ്റ എന്ന് വിചാരിക്കുക. സോ ഈ ഡോട്ടഡ് ലൈൻ പോലെ ഇടുന്നതാണ് ഇവിടുത്തെ ബേസ്. ഇത് മൂൺ നമ്മുടെ, ഇത് നമ്മുടെ എർത്ത് ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ ട്രയാങ്കുലേഷൻ മെത്തേഡ്, ഇതിനെയാണ് ട്രയാങ്കുലേഷൻ അല്ല നമ്മുടെ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ പാരലാക്സ് ആംഗിൾ കണ്ടെത്തി? ആംഗിൾ നമ്മൾ ആ സെക്സ്റ്റൻ എന്ന ഡിവൈസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് ലോങ് ഡിസ്റ്റൻസിലെ കേസിൽ. ഇവിടെ നിന്നിട്ട് നമ്മൾ യൂസിങ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് താഴെ യൂസിങ് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ഈ ഇക്വേഷൻ ഉപയോഗിക്കും. എന്താണ് ആർക്ക് എന്ന് പറയുന്നത്? ബി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എസ് ആയിട്ട്, ആ റേഡിയസ് ഡിസ്റ്റൻസ് എസ് ആയിട്ട് എടുക്കും. ആർക്ക് ബൈ ലെങ്ത് ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് ബൈ റേഡിയസ്, അല്ലെങ്കിൽ എന്താ ചെയ്ത ആർക്ക് ബൈ ലെങ്ത് എന്ന് എടുക്കുക. അപ്പൊ ഓക്കെ ആവും. അപ്പൊ ബി ബൈ എസ് എന്ന് കിട്ടും. നമുക്ക് ഇവിടെ എസിന്റെ വാല്യൂ ആണ് വേണ്ടത്. എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തിന്റെ കിട്ടും? ബി ബൈ തീറ്റ. ബിയുടെ വാല്യൂം അവിടുത്തെ പാരലാക്റ്റിക് ആംഗിൾ തീറ്റയും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച്, പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഓർ എനി പ്ലാനറ്റ്. ഡിസ്റ്റൻസ് ഓർ മൂൺ ഓർ എനി പ്ലാനറ്റ്, അത് നമുക്ക് കണ്ടെത്തുന്ന രീതി ഇതാണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയൂ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് രണ്ട് പോയിന്റുകൾ എടുക്കുന്നു, എയും ബിയും, രണ്ട് സ്ഥലം. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് ഞാൻ അടയാളപ്പെടുത്തിയില്ല, എസ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് വിചാരിക്കുക? എസ്. അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് അതിനെ എടുക്കുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഫോം ചെയ്ത്, അഥവാ ഇവിടുത്തെ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബി എന്ന് വിളിച്ചു. ഞാനിതിനെ ചെറിയൊരു ആർക്ക് ഫോമിൽ എടുത്തന്നേ ഉള്ളൂ, ബി ഐസ്. ദെൻ നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടെത്തണം? തീറ്റ, ഈ എസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തുന്നത്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് യൂസിങ് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ ലെങ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് ബി ആണ്, ലെങ്ത് എന്ന് പറയുന്നത് എസ് ആണ്. ഇതിൽ ഏത് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് ബി ബൈ എസ് എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എസിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ബി ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് കിട്ടും. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത്, സിമിലർ ടു എ അതർ പ്ലാനറ്റ്സ്. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും നോട്ട് ചെയ്യൂ. ഓക്കെ ആണോ? അടുത്തൊരു അടിപൊളി ഒരു ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുമോ? പോകട്ടെ? ഡൺ. ഓക്കെ.
ഹെഡിങ് എല്ലാവരും എഴുതാം. ഈ ഒരു ടോപ്പിക്ക് ഇപ്പൊ ഞാനെങ്കില് ഈ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളെല്ലാ ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം. സോ എല്ലാവരും ഹെഡിങ് എഴുതാം. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Dimensions of a physical quantity. Dimensions of a physical quantity. നമ്മുടെ കയ്യിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആരൊക്കെയാ? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നും പറഞ്ഞു 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും കണ്ടെത്തുന്നത്. സോ ഇവരെ 7 പേരെ നമ്മൾ വിളിക്കും 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് എന്നാണ് വിളിക്കുന്നത്. 7 പേരെയും വിളിക്കുന്നത് എന്താണ്? 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ്. ഇവയുടെ ഡയമെൻഷൻസിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ഇടുന്നത്. ഇനി എന്താണ് ആ സംഭവം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 പേര് ഓർമ്മയുണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും, ഓർത്തു വെച്ചിരിക്കണം. സോ അവിടെ ആദ്യം ഇങ്ങനെ എഴുതാം, 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് ഈസ് സെവൻ ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് ഈസ് എന്നും പറഞ്ഞ് എഴുതുക. ഒന്നാമത്തെ ആള് ലെങ്ത്, താഴെ എഴുതണേ. രണ്ടാമത്തെ ആള് മാസ്, മൂന്നാമത്തെ ആള് ടൈം, നാലാമത്തെ ആള് നമ്മുടെ കറണ്ട്, അഞ്ചാമത്തെ ആള് നമ്മുടെ ടെമ്പറേച്ചർ, ആറാമത്തെ ആള് ലൂമിനസ് ഇന്റൻസിറ്റി, ഏഴാമത്തെ ആള് നമ്മുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഇതേപോലെ മനസ്സിലാക്കി വെക്കണം. എന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ ഈ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ലെങ്ത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ലെങ്തിനെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എല്ലെന്ന് രേഖപ്പെടുത്തും. മാസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ എം എന്നും ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, ടൈം, കറണ്ട് ആണെങ്കിൽ ആംപിയർ എ, ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിന് കെ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ സി ഡി, മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മോൾ. ഇങ്ങനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ്, ഇവയെ നമ്മൾ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നു. ഇവയെ 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നു. സോ ഇവയെ നമ്മൾ എന്തായിട്ട് ഈ ഒരു അവരുടെ നെയിം എഴുതുക. അവയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അവരുടെ ലെങ്ത്, മാസ്, ടൈം, ആദ്യത്തെ ലെറ്ററുകൾ അല്ലെങ്കിൽ ചിലതിന്റെ യൂണിറ്റുകൾ നമ്മൾ അതിന് സ്ക്വയർ ബ്രാക്കറ്റിൽ നോട്ട് ചെയ്യുന്നതാണ് അവയുടെ ഡയമെൻഷൻസുകൾ എന്ന് പറയുന്നത്. എഴുതിയോ? എല്ലാവരും നോട്ട് ചെയ്തോ? നമുക്ക് ഈ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡയമെൻഷൻ ഫോർമുല കണ്ടെത്താം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഡയമെൻഷണൽ ഫോർമുല.
ഈ ഡയമെൻഷണൽ ഫോമിലൂടെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഞാൻ എഴുതുന്നത്. ജനറൽ റെപ്രസെന്റേഷൻ. ജനറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നോക്കുക, MLT ഇവര് 3 പേരുമാണ് ഏറ്റവും കൂടുതൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ M⁻A, L⁻B, T⁻C within the square bracket. ഇതിനർത്ഥം the expression which shows how and which the fundamental quantities represent in the dimensions of a physical quantity എന്നാണ്. കാരണം 1 മാർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡയമെൻഷണൽ ഫോർമുല. നമ്മളൊരു ഡയമെൻഷൻ, ഇനി നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണോ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്ത് നമ്മുടെ 7 വണ്ടർ ഫിസിക്കൽ ക്വാണ്ടിറ്റി 7 പേരുണ്ടല്ലോ, ഇവർ 7 പേരിൽ എത്ര തവണ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര തവണ അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഞാൻ ഡെഫിനിഷൻ ഇവിടെ എഴുതുന്നു നോക്ക്. The expression which shows how and which of the fundamental quantities represent the dimensions of a physical quantity is called dimensional formula. ആ സെൻറ്റൻസിൽ തന്നെ മീനിങ് ആയതുകൊണ്ട് എക്സ്പ്രഷൻ വിച്ച് ഷോസ് ഹൗ ആൻഡ് വിച്ച് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതായത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയില് ആൾക്കാർ എത്ര പേര് റെപ്രസെന്റ് ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എത്ര തവണ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റികൾ എത്ര ടൈംസ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്നറിയപ്പെടുന്നത്. സോ ഇതാണ് ഡയമെൻഷണൽ ഫോർമുല. ഇനി അടുത്ത ഡയമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. ഡയമെൻഷണൽ ഇക്വേഷൻസ് ഹെഡിങ് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് അത്ര പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് പോയിന്റിലോട്ട് കയറി പോവാം. എല്ലാരും ഇത്ര എഴുതിയെടുത്തോ? എല്ലാവരും ഇത്ര എഴുതിയെടുത്തോ? യെസ് ഓർ നോ? കാര്യങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഗുഡ്. കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. സോ ഹെഡിങ് എഴുതാം, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഇത് പഠിക്കുമ്പോൾ തൽക്കാലം മാസും ലെങ്തും ടൈമും ഇവരെ 3 പേരെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ മതി. ശ്രദ്ധിക്കുക, മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എം എന്ന് വിളിക്കണം. ലെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ആ ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് വിത്ത് ക്യാപിറ്റൽ. ടൈം റിലേറ്റഡ് ആയിട്ട് ആരുണ്ടെങ്കിലും ടി. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ.
ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒക്കെ ഏകദേശം ഒരു 50ഓളം എണ്ണം നമുക്ക് പഠിക്കും. ആദ്യത്തെ 2-3 പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. സോ ആദ്യത്തെന്ന് പറയുന്നത് ഏരിയ. എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഏരിയ? എന്താണ് നൗറിനെ ഇക്വേഷൻ ഏരിയയുടെ ഇക്വേഷൻ? നൗറിൻ നദ നൗറിൻ നദയൊന്നും ഇന്നത്തില്ലയോ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. അത് പറയുന്നത് ഇത്രയും താമസം എടുക്കും. നിങ്ങൾ എന്താ ആലോചിക്കണോ? നിങ്ങൾ ഈ മൈക്കോ ഇത് മറുപടി പറയാൻ വേണ്ടി ആലോചിക്കാൻ നിൽക്കണോ മക്കളെ? ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ശ്രദ്ധിക്കണേ, ഇതാണ് എന്തിന്റെ ഡയമെൻഷൻസ് അല്ല ഇക്വേഷൻ? ഏരിയയുടെ ഇക്വേഷൻ. നമ്മുടെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയില് ലെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അവിടെ എന്തിടും? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അവിടെ ലെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരെ കണ്ടാൽ നിങ്ങൾ അവിടെ എന്തിടണം? എല്. സോ ബ്രെഡ്ത്തിന്റെ അവിടെ നിങ്ങൾ എന്തിടും? മാസ് ഇടുവോ ടൈം ഇടുവോ? അതോ ലെങ്ത് ഇടുവോ? ലെങ്ത്. കാരണം ബ്രെഡ്ത്ത് മെഷർ ചെയ്യുന്ന സ്കെയിൽ ഉപയോഗിച്ചാണ്. അതും എന്ത് തന്നെയാണ്? ലെങ്ത് ആണ്. സോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ പവർ സിംഗിൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പവർ 1 ആണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ ആ പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും L². സാധാരണ ഒരു ഡയമെൻഷണൽ ഫോമിൽ എഴുതുന്നതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരുന്നു. ഡയമെൻഷണൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരുന്നു. m⁴ L⁴b T⁴c എന്നാണ് എഴുതേണ്ടത്. ആ രൂപത്തിൽ ഇതിനെ മാറ്റുകയാണെങ്കിൽ ഇവിടെ m ഇല്ല, അതുകൊണ്ട് m⁴0, L ഉണ്ട് L², T ഇല്ല T⁴0 എന്നാണ്. ഇങ്ങനെയാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഈ രൂപം ഉപയോഗിക്കും. അപ്പൊ ഇതിനർത്ഥം എന്താ? ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്ത് ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 2 തവണ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ മീനിങ്, ഏരിയ. അപ്പൊ ഈ ഡയമെൻഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത് 2 ടൈംസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ? ഇതിനകത്ത് മാസും ഇല്ല, ലെങ്ത് ടൈമും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഏരിയ എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷൻസ്. രണ്ടാമത്തത് വോളിയം. എന്താണ് വോളിയത്തിന്റെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആരാവുന്ന ഡയമെൻഷൻസ് പറയുന്നേ? ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. L⁻3. അതായത് L ഇൻറ്റു L എന്ന് കിട്ടും. പവർ ആഡ് ചെയ്ത് നോക്കുക, നമുക്ക് കിട്ടും L³. നോട്ട് ചെയ്ത് പോണേ. ഏരിയയുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് L³. ഇതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് തന്നെ എഴുതാം. ഇത് ലെങ്ത് ആയതുകൊണ്ട് m², ഇവിടെ ലെങ്ത് ആയതുകൊണ്ട് m³. സംഭവം എളുപ്പമല്ലേ? ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം. മാസ് ബൈ വോളിയം. ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് കിട്ടും? ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ വന്നാലും നമ്മൾ ഈ നേരെയാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ് എങ്കിൽ ആർക്കെങ്കിലും പറയാമോ ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല? m/L³. ശരിയാണ്. പക്ഷെ നമ്മൾ m/L³ എന്നാണോ എഴുതേണ്ടത്? m⁻1 into L⁻3. L⁻3 ആണ്. യെസ്, -3. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, നമ്മൾ ഇവരെ എഴുതേണ്ട രൂപം എപ്പോഴും m⁻A, L⁻B, T⁻C എന്ന് നേരെയാണ് എഴുതുന്നത്, ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതരുത്. സോ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ ഇവിടെ +1ഉം ഇത് +3 ആണ്. സോ ഇതിനെ എന്ത് ചെയ്യാം? ഈ എല്ലിനെ എനിക്ക് എവിടെ കൊണ്ടുപോവാം? മേളിലോട്ട് കൊണ്ടുപോവാം. സോ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? അവിടെ
പറയാവോ? ഇവിടെ ഓൾറെഡി ആരുണ്ട്? എം ഉണ്ട്. എല് മേളിലോട്ട് കൊണ്ടുവരുമ്പോ അത് -3 ആവും. സോ ml റേസ് ടു -3 എന്ന് കിട്ടും. അതിനർത്ഥം എന്താ? കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്നതിന്റെ യൂണിറ്റ് നമുക്ക് എഴുതാൻ കഴിയും. ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് യൂണിറ്റും എഴുതാൻ കഴിയും. കിലോഗ്രാം മീറ്റർ റേസ് ടു -3 ആണ്. കാരണം ഒരു ഏതെങ്കിലും ഒരു ആളുടെ മേളിൽ പവർ ഉണ്ടെങ്കിൽ അത് മൈനസ് ആണെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം ആണ്, പ്ലസ് ആണെങ്കിൽ അത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടേം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. Yes, sir. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ നിങ്ങൾ എല്ലാവരും ചെയ്തേ. സ്പീഡ് ഈസ് ഇക്വൽ ടു, അല്ലെങ്കിൽ വേണ്ട സ്പീഡ് എഴുതരുതേ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്തായിരിക്കും? അത് L ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റോ? L. L. ഇത് പറഞ്ഞു പഠിക്കുന്നവര് കൂടെ എൻകറേജ് ചെയ്ത് പോകുന്നവർക്ക് നല്ല രീതിയിൽ ക്ലിയർ ആവും. മിണ്ടാത്തോടെ ഏതെങ്കിലും മൂലയിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ നോ രക്ഷ. ആറാമത്തെ, സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പെട്ടെന്ന് കണ്ടെത്തിയിട്ട് പറ. മത്സരിച്ച് വേണം പറയാം. ക്ലാസ് റൂം ആയിരുന്നോ, അല്ലാതെ ഓഫ്ലൈൻ ആയിരുന്നു തകർത്ത് നിങ്ങൾ എല്ലാവരും ചറ പറഞ്ഞതെല്ലാം പറഞ്ഞേനെ. സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് പെട്ടെന്ന് പറയും. ml raised to -1. അല്ല, സോറി, എം വരുമോ? ഇതിനകത്ത് മാസം ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ വരും? LT into -1. ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. L ഡിവൈഡഡ് ബൈ ആര് ഇവിടെ വരും? T എന്ന് വരും. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? LT റേസ് ടു -1. ക്ലിയർ ആണോ? Yes, sir. Yes, LT റേസ് ടു -1. ശരി, ഏഴാമത്തത് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ തരിക. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. പറഞ്ഞോ, നോട്ട് ചെയ്ത് പോണേ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. LT raised to -1. അതും അത് തന്നെയാ, കാരണം സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ് സ്പീഡിനും വെലോസിറ്റി. L ഡിവൈഡഡ് ബൈ T ഓർ LT റേസ് ടു -1. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നോ രക്ഷ. ഇപ്പൊ തന്നെ ചോദിക്കുക. ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. എട്ടാമത്തെ, ആക്സിലറേഷൻ. എന്താ ആക്സിലറേഷന്റെ ഇക്വേഷൻ? വെലോസിറ്റി ബൈ ടൈം. അപ്പൊ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് പറ. ഇപ്പൊ വെലോസിറ്റിയുടെ ആൾറെഡി കണ്ടെത്തി വെച്ചവർ ഇനി വരുന്ന ഇക്വേഷൻസുകൾ നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് പോവുക. LT raised to -2. Yes, LT raised to -1 divided by L എന്ന് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇതിനെ L ഉണ്ട്, ഇവിടെ T raised to -1 ഉണ്ട്. ഈ L-നെ മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യും? ടൈം അല്ലേ, T അല്ലേ. ഇവിടെ മേളിൽ എന്ത് കൊണ്ടുപോകണം? T-നെ മേളിലോട്ട് കൊണ്ടുവരിക. അപ്പൊ T raised to -1. ഒരേപോലുള്ളവരുടെ പവർ ആഡ് ചെയ്യുക. അപ്പൊ LT raised to -2 എന്ന് കിട്ടും. നോക്കുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ വെലോസിറ്റിയുടെ ഡയമെൻഷൻസ് തൊട്ട് മേളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ LT raised to -1 എന്നിടാം, ഡിവൈഡഡ് ബൈ T. ആ T-യെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ T raised to -1. T-യുടെ രണ്ട് പവർ -1 ആഡ് ചെയ്യുമ്പോൾ T raised to -2 എന്ന് വരും. സോ ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടും LT raised to -2. 9th ഇക്വേഷൻ ആണ് പറയുന്നത് മൊമെന്റം. മൊമെന്റം ഈസ് ഇക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇക്വേഷൻ തരാം, നിങ്ങൾ കണ്ടെത്തിക്കേ, പെട്ടെന്ന് കണ്ടെത്തിക്കേ. മാസ് ഇൻറ്റു വെലോസിറ്റി. Momentum is equal to mass into velocity. MLT raised to -1. MLT raised to
-1. Yes, good. Momentum. അടുത്തതിന്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അഥവാ F=ma. പെട്ടെന്ന് ചെയ്യൂ. MLT -2 ഞാൻ എഴുതാം. അത്രയും പേര് പറഞ്ഞല്ലോ, സന്തോഷം. M ആക്സലറേഷന്റെ നമ്മൾ തൊട്ട് മേളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് LT⁻². അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ കിട്ടും MLT⁻². അത് ഇത് യൂണിറ്റ് എഴുതി കൂടെ? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് (⁻²). ഇതിൽ നമുക്ക് എന്താ എഴുതാം? കിലോഗ്രാം മൊമെന്റത്തിന്റെ ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. മാസിന്റെ വെലോസിറ്റി കിലോഗ്രാം ഇൻറ്റു ഇവിടെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് (-2) വരും. അതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. Eleventh question. വർക്കിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പെട്ടെന്ന് ചെയ്തിട്ട് പറ. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ML⁻² ML⁻² ഇൻറ്റു T⁻². -2. യെസ്, മിടുക്കി, ഗുഡ്, അടിപൊളി ഉത്തരം. അപ്പം ഫോഴ്സിനെ നമ്മളിപ്പോ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താ? ML⁻² ആണ്. ഇൻറ്റു ഡിസ്റ്റൻസിന്റെ വാല്യൂ S എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിൽ ഡിസ്റ്റൻസ് ആണ്. വീണ്ടും ഒരു L വരും. M പവർ Lന്റെ പവർ ആഡ് ചെയ്യുക. ML² T⁻². ഈ ഡയമെൻഷൻസ് ഇക്വേഷൻസ് മൊത്തം പഠിച്ചാലേ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസും എററൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും. അപ്പൊ അതുകൊണ്ട് ഈ ഡയമെൻഷൻസ് അനാലിസിസ് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം ML² T⁻² എന്നാണ് നമുക്ക് കിട്ടുന്നത്. 12ാമത്തെ എത്ര ഇക്വേഷൻസ് ആണ് നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുള്ള? 8ാം ക്ലാസ് തൊട്ട് പഠിച്ച ഇക്വേഷൻസ് നമ്മളിപ്പോ കണ്ടിട്ടു. എനർജി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആര് തന്നെയാ മക്കളെ? വർക്കാണ്. ഓർത്തു വെച്ചേക്കണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ വർക്ക് തന്നെയാണ്. സോ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല. സോ അത് ML² T⁻² തന്നെ ആയിരിക്കും. ML² T⁻² തന്നെ ആയിരിക്കും. അതായത് നമുക്ക് അപ്പൊ കിട്ടുമല്ലോ സെയിം ഡയമെൻഷണൽ ഫോമിലുള്ള ആൾക്കാർ ആരൊക്കെ? നോക്കിക്കേ, ഇവിടെ നമ്മള് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനും സെയിം ഡയമെൻഷണൽ ഫോമുലയാണ്. സ്പീഡും വെലോസിറ്റിയും എടുത്തപ്പോൾ സെയിം ഡയമെൻഷണൽ ഫോമുലയാണ്. വർക്കും എനർജിയും എടുത്തപ്പോൾ സെയിം ഡയമെൻഷണൽ ഫോമുലയാണ്. അപ്പൊ എക്സാമിന്റെ ചോദ്യം ചോദിക്കും, സെയിം ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെ? വർക്ക്, എനർജി, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണോ? ഇന്ന് ബോയ്സ് ആരും ഇല്ലേ ക്ലാസ്സില്? പയ്യന്മാരാരും ഇല്ലേ? സാധാരണ ക്ലാസ്സിലൊക്കെ ആൺകുട്ടികളാണല്ലോ. സിനാൻ സാലിം, സിനാൻ എവിടെ ഉണ്ടോ? സിനാനെ ഇല്ല, മെസ്സേജ് അനക്കം പോലും കാണുന്നില്ല ഇതില്. ഇത് ക്ലിയർ ആണോ? അടുത്ത 12, 13 ഞാൻ ഇനി ഓരോരുത്തർക്കും ചോദിക്കുകയാണ്. എൻ്റെ അതിൽ 50 പേരും ഇതിനകത്തുണ്ടല്ലോ. സോ ഇനി ചോദിക്കാൻ പോകുന്നത് ഫാത്തിമ റെനയോടാണ് ചോദിക്കുന്നത്. പവർ ഇക്വേഷൻ. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. മൈക്ക് ഓൺ ചെയ്ത് പറയുക. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഫാത്തിമ റെന ഇതിന്റെ ഡയമെൻഷണൽ ഫോമുല കണ്ടെത്തുന്ന രീതി പറഞ്ഞേ. ഇതിനകത്ത് റിപ്ലൈ തന്നില്ലെന്നുണ്ട് ഞാൻ അവരെ റിമൂവ് ചെയ്യും. ML2
ടി മൈനസ് ടു അവിടെ ml2 എന്ന് പറയല്ലേ, ml സ്ക്വയർ കേട്ടോ. ml സ്ക്വയർ ടി മൈനസ് ടു ടി റേസ്റ്റ് ml അല്ലെങ്കിൽ ഇങ്ങനെ പറയാ, ഈ പവർ വരും. മലയാളം മീഡിയം ആണോ ഫാത്തിമ പറഞ്ഞ പഠിച്ചേ? അല്ല, പിന്നെന്താ പറയാ, 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ നമ്മൾ പറയും. പവർ മേളി വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ml സ്ക്വയർ അല്ലെങ്കിൽ ml റേസ്റ്റ് ടു ടി റേസ്റ്റ് മൈനസ് ടു അങ്ങനെ പറയണം അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇനി ഡിവൈഡഡ് ബൈ ആരുണ്ട് പറ? ടൈം ടി. ടൈം. ഇനി എന്ത് ചെയ്യണം നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി? നേരെ ഇത് നേരെ എഴുതില്ല, മുകളിൽ കൊണ്ടുപോവുക. അപ്പൊ എന്ത് വന്നു? ടി റേസ് ടു -1 വന്നു ആണോ? ഇനി പവർ എല്ലാം ആഡ് ചെയ്ത് ഒരേപോലുള്ള പവർ ആരുടെയൊക്കെ എടുക്കാൻ? ടൈമിന്റെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും പറ? ml സ്ക്വയർ ടി റേസ് ടു -3. അത് തന്നെ, ടി റേസ് ടു -3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ലിയാന. ബാക്കിയുള്ള നോട്ട് ചെയ്ത ലിയാന. 14th ക്വസ്റ്റ്യൻ ലിയാനയ്ക്കുള്ളതാണ്. ലിയാന. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്തോളാം. ഇതിനകത്ത് തെറ്റാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ പറയുക, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ലിയാന പറ മോളെ, ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല. MLT ഫോഴ്സിന്റെ ഡയമെൻഷനിലായ MLT റേസ് ടു മൈനസ് ടു സ്ക്വയർ എന്ന് പറയല്ലേ, -2 മൈനസ് സ്ക്വയർ. ഓക്കെ, നോ പ്രോബ്ലം. ഡിവൈഡഡ് ബൈ ഏരിയയുടെ ബുക്ക് മറിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പൊ L ഇൻറ്റു L സ്ക്വയർ ഒറ്റയടിക്ക് ഓർമ്മയെ വെച്ചൂടെ? എന്നിട്ട് ഇത് സിമ്പിൾ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഒരു എല്ലും എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അപ്പൊ ബാക്കി ആര് വരും? m t raised to -2 divided by L. സോൾവ് ചെയ്യാൻ പ്രഷറിന്റെ എന്ത് കിട്ടും? ഓർഡർ ഇങ്ങനെ എപ്പോഴും പറയാവൂ, MLT ഈ ഓർഡറെ പറയാവൂ. അപ്പൊ എന്ത് കിട്ടും പറ? ml raised to -1 t raised to -2. ഇത് തന്നെയാണോ പറഞ്ഞേ? ml raised to -1 t raised to -2. Yes. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ ലിയാന? അടുത്ത റിസ്ഹല. റിസ്ഹല എന്നാണ് ആ പേര്. റിസ്ഹലയോടാണ് ചോദ്യം. 15ാമത്. റിസ്ഹലയോടൊന്ന് കൊടുങ്കാറ്റിന് ശബ്ദം കേൾക്കുന്നു. റിസ്ഹല എഴുതിക്കോ ക്വസ്റ്റ്യൻ. ഞാൻ ഇക്വേഷൻ തരാം, പറയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ +1 ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിക്കും. ഞാൻ ഇക്വേഷൻ പരിചയപ്പെടുത്താം. ടോർക്ക് കേട്ടിട്ടുണ്ടോ? ടോർക്ക് കേട്ടിട്ടില്ല? നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല. നമ്മൾ ഈ വർഷം പഠിക്കുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇക്വേഷൻ തരാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ആരോടാ? റിഷ്ഹലയോടാണ് ചോദ്യം. റിഷ്ഹല. പേര് റിഷ്ഹല എന്നാണ് പറയുന്നേ അതോ റിഷ്ഹല? ഓക്കെ, സോറി. ഓക്കെ, എന്നാ പറഞ്ഞു കൊടുത്തോളാം. ടോർക്കിന്റെ MLT-1 ഫോഴ്സിന്റെ ആണോ പറയുന്നേ? MLT raised to -1 ഫോഴ്സ് മാസിന്റെ ഇങ്ങനെ ആലോചിക്കണം. അപ്പൊ ബുക്ക് മറിക്കാൻ നിൽക്കല്ലേ. ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ ഫോഴ്സിന്റെ എന്താണ്? മാസിന്റെ ആക്സിലറേഷൻ ആണ്. മാസിന്റെ m ആക്സിലറേഷൻ L raised to -2 ആണ്. അങ്ങനെ ഓർക്കണം കേട്ടോ. ബുക്ക് തിരിച്ചു നോക്കരുത്. നിങ്ങൾ ആദ്യം ഈ തന്ന ഓർഡറിൽ തന്നെ വൃത്തിയായിട്ട് നോക്കി. ഇങ്ങനെ ബുക്ക് മറിച്ച് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ആദ്യം പഠിക്കുന്നേ മാസ് കണ്ട m, ലെങ്ത് കണ്ട L, ടൈം കണ്ട t. ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പൊ L ഇൻറ്റു L ആണ് L സ്ക്വയർ. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു L ഇൻറ്റു L ഇൻറ്റു L ഇൻറ്റു L ക്യൂബ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം, അപ്പൊ m ഡിവൈഡഡ് ബൈ L ക്യൂബ്. അപ്പൊ അതിനെ ml raised to -3 എന്ന് പറയാം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് L ആണ്. സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L ഡിവൈഡഡ് ബൈ t, L t raised to -1 ആണ്. വെലോസിറ്റി L t raised to -1 ആണ്. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ എന്താ? L t raised to -2 എന്ന് ഓർക്കുക.
അപ്പൊ അതേ രീതിയിൽ ഇക്വേഷൻസ് ഇങ്ങനെ ബുക്ക് തുറന്നു നോക്കുന്ന രീതിയിലാവരുത്. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ml(t⁻² ഇൻറ്റു ഡിസ്റ്റൻസ് എന്ത് കിട്ടി? L എന്ന് കിട്ടി, ആണോ? Yes, sir. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോ പറ ടോർക്കിന്റെ. ml square t minus t minus 2. യെസ്, ഗുഡ്, പിടിക്കി. ആരെങ്കിലും ഇത്രയും നേരം പറഞ്ഞിട്ട് ആരെങ്കിലും ഞാൻ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാരും പറയാ. അടുത്ത റീഹ ഷാറൂഖ്. സാറേ പ്രഷർ ഒന്നുകൂടി പറയോ? പ്രഷറോ? എന്തായാലും നീ തന്നെ വന്നില്ലയോ, പറയോ. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ മോളെ? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തുവാ? ml(t⁻²). -2. ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തുവാ? L². കാരണം ഇവിടെ x² ഡിവൈഡഡ് ബൈ x ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അതേപോലെ ഇവിടെ ഒരു എല്ലും ഇതിൽ നിന്ന് ഒരു എല്ലും ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി ആരുണ്ട് ഇവിടെ? mt⁻² ഡിവൈഡഡ് ബൈ L ഇല്ലയോ? ഡിവൈഡഡ് ബൈ L ഇല്ലയോ? ആ എല്ലിനെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ L⁻⁻1 ml⁻⁻1 t⁻². ക്ലിയർ ആണോ? ആരതി എന്തായാലും വന്നല്ലേ, പോണ്ട. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇമ്പൾസിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് പോകും. വേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചെന്ന് തോന്നല്ലേ ആരതിയെ? ഉത്തരം കൃത്യമായിട്ടൊന്ന് പറയണേ. ml⁻⁻² ഇൻറ്റു t. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ml⁻⁻1. യെസ്, ml⁻⁻1. നെക്സ്റ്റ് റേഹ ഷാരൂഖിനോടാണ് ചോദ്യം. റേഹയോട് ഞാൻ ചോദിച്ചായിരുന്നോ ചോദ്യം? ഇല്ലല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സ്നേഹിക്കും. സ്ട്രെസ് ഇപ്പൊ അനുഭവിക്കുക. സാറ് ചോദ്യം ചോദിച്ചപ്പോ റേഹയ്ക്ക് ഇപ്പൊ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ബൈ ഏരിയ. പെട്ടെന്ന് കണ്ടെത്തിക്ക്. റേഹയുടെ ഉത്തരം പറ. ഇപ്പൊ തന്നെ എല്ലായിടത്തും ഫോഴ്സ് കൂടുതൽ വന്നു. അപ്പൊ തന്നെ പറയാന്നേ ഉള്ളൂ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. പറ റേഹ. ml⁻⁻2 ഡിവൈഡഡ് ബൈ L². ആരൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരുണ്ട്? പറയൂ. എല്ലിനും ഒരു എല്ലും ക്യാൻസൽ ചെയ്ത് ബാക്കി ആൾക്കാർ ഇനി പറ. m⁻⁻² ഡിവൈഡ് ബൈ L എന്ന് വരും. ഫൈനൽ ആൻസർ എന്ത് വരും? ml⁻⁻1 t⁻⁻². അല്ലേ? ഇതുപോലെ ആരുടെയെങ്കിലും ഒരു ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ഇപ്പൊ പഠിച്ചോ? അപ്പൊ പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും സെയിം ഡയമെൻഷണൽ ഫോർമുലയുള്ള ആളെ കിട്ടിയില്ലയോ? പ്രഷറിനും സ്ട്രെസ്സിനും സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. അടുത്ത യെസ് പറ. ആരാ ചോദിച്ചോ? പറ അലീന. ഇമ്പൾസ് ഒന്നുകൂടി പറഞ്ഞുതരുമോ? ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തുവാ? ml⁻⁻2. ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തുവാ? t. m l ഒരേപോലുള്ളതിന്റെ പവർ ആഡ് ചെയ്യുക. -2 + 1 എന്ത് വരും? -1. ഓക്കെ. എന്തായാലും നീ വന്നതല്ലേ അലീന. അലീനയോടാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് നല്ലതല്ലേ? അതുകൊണ്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. ഓക്കെ. സർഫസ് ടെൻഷൻ ഇക്വേഷൻ ആണ് ഫോഴ്സ് ബൈ ലെങ്ത്. പറയൂ. ml⁻⁻2 ഡിവൈഡഡ് ബൈ L. എല്ലാം ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി ആര് വരും? ml⁻⁻2. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താ? സർഫസ് ടെൻഷനകത്ത് മാസം എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം അടങ്ങിയിട്ടുണ്ട്? ഒരു പ്രാവശ്യം. ടൈം എത്ര തവണ അടങ്ങിയിട്ടുണ്ട്? -2 പ്രാവശ്യം.
ഒരിക്കലും അങ്ങനെ പറയല്ലേ. ഈ -2 എവിടെ കിടക്കുന്നേ മോളെ? യഥാർത്ഥത്തിൽ ഈ -2 എന്ന് പറയുമ്പോൾ അത് താഴെ കിടക്കുന്നതല്ലേ, ടി സ്ക്വയർ ആണ്. പവർ മൈനസ് വന്നാലും അതിനെങ്ങനെ പറയണം? ടൈം 2 തവണ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിനകത്ത് മാസ് ഒരു തവണയും ലെങ്ത് ഒരു തവണയും ടൈം 2 തവണയും അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഒരിക്കലും മൈനസ് തവണ അടങ്ങിയിട്ടുണ്ടെന്ന് പറയരുത് കേട്ടോ. സർഫസ് ടെൻഷൻ എഴുതിയെടുക്കുക. 19ാമത്തത് ഞാൻ പറഞ്ഞുതരാം. സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. സ്ട്രെയിനിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അത് ലെങ്ത് ബൈ ലെങ്ത് ആണ്, അല്ലെങ്കിൽ വോളിയം ബൈ വോളിയം, ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ബൈ ഒറിജിനൽ ഡയമെൻഷൻസ് ആണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻസ് എന്നാണ് ഇക്വേഷൻ. സോ അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്, ലെങ്ത് ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ഇതിന് യൂണിറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യും. സെയിം ഡയമെൻഷൻസ് ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ അതിന് ഡയമെൻഷൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സോ അതിന് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. M0, L0, T0 എന്നേ വിളിക്കാൻ പറ്റുകയുള്ളൂ. സോ ഡയമെൻഷൻസ് ഒന്നും ഇല്ല എങ്കിൽ അവിടെ ഒന്നിട്ട് കാണിക്കണം. ഡയമെൻഷൻസ് ഒന്നും ഇല്ല എങ്കിൽ എന്തിട്ട് കാണിക്കണം നിങ്ങൾ? ഒന്ന്. അതിനർത്ഥം അത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നതിനകത്ത് ഡയമെൻഷൻസ് ഇല്ല. പക്ഷേ ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോഴാണ് അവിടെ ഡയമെൻഷൻസ് ഇല്ല എന്ന് പറഞ്ഞത്. ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്നുള്ള ഇക്വേഷൻസിലാണ്. പക്ഷെ അതിന് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടേം നമുക്ക് ലഭിക്കുകയില്ല. ക്ലിയർ ആണോ? ശരി. അടുത്ത 20ാമത്തെ ഇക്വേഷൻ ഗോസ് ടു ഹന ഹാരിസിനോട്. ചോദിച്ചായിരുന്നോ ഞാൻ? ഇല്ല സർ. എന്നാ ഹനിക്കാണ് ചോദ്യം. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ പ്രാവശ്യം നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിന്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ് നമ്മൾ ആ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പറയുന്നത്. ml raised to -1 t raised to -2. ml raised to -1 t raised to -2 divided by 1. അപ്പൊ ആൻസർ കിട്ടും ml raised to -1 t raised to -2. അത് വേറെ ആരുടെ ഡയമെൻഷണൽ ഫോർമുലയായിട്ടും സെയിം ആണ്. പറഞ്ഞിട്ട് പോകൂ ഹന്ന. സ്ട്രെസ്സിന്റെ അപ്പൊ സ്ട്രെസ്സിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും നമുക്ക് സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പൊ സെയിം ഡയമെൻഷണൽ ഫോർമുല ഉള്ള ആൾക്കാർക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഇതെല്ലാം ഓർത്തു വെച്ചിരിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ആയിഷ മെഹനാസ്. ആയിഷ, ആയിഷയ്ക്കുള്ള ചോദ്യം സർഫസ് എനർജി. സർഫസ് എനർജി എന്ന് വെച്ചാൽ വർക്ക് ബൈ ഏരിയ എന്നാണ്. പറയൂ ആയിഷ മെഹനാസ്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തോ ആയിഷ? ആയിഷ, ml square t minus 2. ml square t raised to -2 divided by ഏരിയയുടെ എന്താ? ഏരിയ L square. ആരൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? L square അല്ലേ? ബാക്കി ആര് വരും? L ഉണ്ടോ അവിടെ? ഇല്ല. അന്ന് അടുത്ത കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. മുട്ടം പണിയാ കിട്ടിയേക്കുന്നത് കേട്ടോ. ഇക്വേഷൻ കാണുമ്പോൾ ഞെട്ടരുത്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു വെലോസിറ്റി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആദ്യത്തെ കൃത്യമായിട്ട് പറയണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല പറ. ഫോഴ്സിന്റെ കേട്ടില്ല
എം എൽ ടി റേസ് ടു മൈനസ് 2. -2. ഡിസ്റ്റൻസിന്റെയോ? ഡിസ്റ്റൻസ് L. L. ഏരിയയുടെയോ? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ സ്ക്വയർ. MLT -2. ഏരിയയുടെയോ? ലെങ്ത് ഏരിയ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് നോക്കിക്കേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ സ്ക്വയർ അല്ലേ? ഇനി അടുത്ത വെലോസിറ്റിയുടെയോ? വെലോസിറ്റി LT -1. ഇനി മറ്റുള്ളവർ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് പറ. ഈ ഒരു എല്ലും എല്ലും കളയാം, ഇതിൽ നിന്ന് ഒരു എല്ലും എല്ലും പോകാം, ബാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പറ. ML എം ഉണ്ട്, -1 T raised to ML -1 T raised to -2 T raised to +1 അല്ലേ? ML raised to -1 T raised to അല്ല, T raised to എത്ര കിട്ടും? -1. -1. യെസ്, Sir, ഇതാണ്. യെസ്, ആരാണ്? ഈ -2 അല്ലേ, T raised to -2 T raised to -1 അവിടുന്ന് കട്ട് ചെയ്തൂടെ? അവിടുന്ന് കട്ട് ചെയ്യാം. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് മേലോട്ടൊന്ന് കൊണ്ടുവന്നത്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലർ ചോദിക്കും, സാർ ഈ -2 -1 ഒന്ന് എങ്ങനെ വെട്ടാൻ പറ്റുന്ന ഒരു സംശയമൊക്കെ ചോദിച്ചു കളയും വേണേ. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ മേളിലോട്ട് കൊണ്ടുവന്നു, ഒന്ന് കുറച്ചു. ഡയറക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ടിന്റെയോ അങ്ങനത്തെ പവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റാം. സോ ഇപ്പൊ നമ്മൾ 22 എഴുതി. 23-ാമത്തത് 23-ാമത്തെ ആരാ ഇനി പറയാൻ വരുന്നേ? ഒരാൾക്ക് മുന്നോട്ട് വന്നാൽ ഞാൻ സിമ്പിൾ ഒരെണ്ണം തരും, ഞാനായിട്ട് വിളിച്ച വലിയ ഒരെണ്ണം തരും. ഒരാൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. നിങ്ങളായിട്ട് വരികയാണെങ്കിൽ ഞാൻ കുഞ്ഞൊരു ഇക്വേഷൻ തരും, ഞാൻ വിളിക്കുകയാണെങ്കിൽ വലിയൊരു ഇക്വേഷൻ തരും. എന്ത് ചെയ്യണം? ഞാൻ തന്നെ വിളിക്കാം. ഹിബ ഹസൻ. ഹിബ ഹസൻ. വിളിച്ചിട്ട് സ്വന്തമായിട്ട് വരാൻ പോയേ അല്ലേ? എന്നാ ഉത്തരം പറഞ്ഞോളൂ. ആംഗിൾ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത് വൈസ് ആണ് മെഷർ ചെയ്യുന്നത്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇവിടെ ആർക്ക് ബൈ റേഡിയസ് പറയൂ. ആർക്ക് എന്ന് പറയുന്നത് സ്കെയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരു നൂല് കൊണ്ട് ഇങ്ങോട്ട് വെക്കുക, അളവിന് നൂത്തെടുത്തിട്ട് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തെടുക്കുക, നമുക്ക് ആർക്ക് മെഷർ ചെയ്യാം. അപ്പൊ റേഡിയസ് ലെങ്ത് വെച്ചാണ്. അപ്പൊ എന്ത് എഴുതാം? ആർക്ക് എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കും പറ? L ഡിവൈഡഡ് ബൈ L ആണോ? അപ്പൊ L എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡയമെൻഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആംഗിളിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എന്നാ 24-ാമത്തെ മോള് പറഞ്ഞിട്ട് പോയാൽ മതി. ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇതൊന്ന് പറയാൻ ശ്രമിച്ചേ. 1/t. Yes, 1/t. അതിനെ എങ്ങനെ എഴുതാം? T raised to -1. മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടി ആരുണ്ട്? ആരെങ്കിലും ഒരാൾ പറയാവോ? മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടി, 10th മലയാളം വരെ പഠിച്ചേ. മുന്നോട്ട് വന്നോ? ഇത് നിങ്ങൾ പഠിപ്പിച്ച് ഞാൻ വിടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. മലയാളം മീഡിയത്തിൽ പഠിച്ച ആരുണ്ട് ഇതിനകത്ത്? ആരതി AK. ഓക്കെ, ആരതി ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് വെച്ചാല് ഇക്വേഷൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. പറയാവോ ഉത്തരം? ആരതി ഒന്ന് ട്രൈ ചെയ്തേ. പറഞ്ഞോളൂ. T അല്ലേ? ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ പറ. T raised to -2. അല്ല, ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻസ് തൊട്ട് മേളിൽ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്താ?
T raised to minus 1. ഡിവൈഡഡ് ബൈ എന്ത് വരും? T. ടി. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മേളിലോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് വരും? T raised to minus 2. -2 ആണ്. ടി റേസ് ടു Minus 2. യെസ്, ഗുഡ്. 26th മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ വർഷം നിങ്ങൾ പഠിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എഴുതിക്കോളൂ. മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്നാണ്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മർവ ഉത്തരം നൽകണം. മാർവ MARWA. മാവ. ഹലോ. പറ കുഞ്ഞിനെ ഇതിന്റെ ഉത്തരം. M ഇൻറ്റു L സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഒറ്റയടിക്ക് ഇത്രയും കിട്ടിയില്ലേ? ML സ്ക്വയറിന് ഉത്തരം കിട്ടിയില്ലേ? കുഞ്ഞിന്റെ ഒന്ന് നോക്ക്. ML സ്ക്വയർ എന്ന് കിട്ടും. 27th ക്വസ്റ്റ്യൻ. മാർവ കഴിഞ്ഞു. അടുത്ത ഹിബ ഹസൻ പറഞ്ഞു. ചൈതന്യ കെയോടാണ് ചോദ്യം. Yes, sir. ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. പറഞ്ഞേ. മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. പറഞ്ഞേ. M into വെലോസിറ്റിയുടെ എന്താ? LT raised to minus 1. റേഡിയസിന്റെയോ? L. അറേഞ്ച് ചെയ്തിട്ട് പറയുമ്പോ എന്ത് കിട്ടും? ML square into T raised to minus 1. അങ്ങനെ വളരെ എളുപ്പമല്ലേടോ സംഭവം കണ്ടുപിടിക്കാൻ? Yes, sir. Yes. 28 ഫാത്തിമ നഷ്വ. Yes, sir. വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഇക്വേഷൻ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് ഇക്വേഷൻ തന്നാലും നിങ്ങൾക്ക് ഡയമെൻഷൻസ് കണ്ടെത്താൻ പറ്റും. ഞാൻ ഇപ്പൊ തരാൻ പോകുന്ന ഹോംവർക്ക് ഇപ്പൊ അതുപോലെയാണ് തരാൻ പറ്റുന്നത്. പറഞ്ഞതിന്റെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇക്വേഷൻ. LT minus 1 by L. എന്ത് കിട്ടും ആൻസർ? എല്ലാം ക്യാൻസൽ ചെയ്ത ബാക്കി ആരുണ്ട് അവിടെ? -1. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ ഇക്വേഷൻസ് തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രഷർ ഗ്രേഡിയന്റ് ഹോംവർക്ക് ആണേ. ഇത് ഇത്രയും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് വന്നാൽ അടുത്ത ദിവസത്തെ ടോപ്പിക്ക് നമുക്ക് എളുപ്പത്തിൽ നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യാം, എളുപ്പത്തിൽ പോവുകയും ചെയ്യാം. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സ് കോൺസ്റ്റന്റ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹീറ്റ് എന്താണ്? ഹീറ്റ് എന്ന് വെച്ചാൽ എനർജി ആണ്. അങ്ങനെ ഒരു ക്ലൂ ഞാൻ തരിക, ഡയമെൻഷണൽ ഫോമിൽ എഴുതുക. ഹീറ്റ് എന്ന് വെച്ചാൽ എനർജി ആണ്. സോ എനർജിയുടെ ഡയമെൻഷണൽ ഫോമുല തന്നെയാണ് ഹീറ്റിനുള്ളത്, ഓർത്തു വെച്ചേക്കുക. സ്പെസിഫിക് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ അവിടെ കെ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. ലേറ്റന്റ് ഹീറ്റ്,
ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഹീറ്റ് ബൈ മാസ് എന്നാണ്. കാരണം നമുക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് കണ്ടെത്താൻ കഴിയും? ഏത് ഇക്വേഷൻ തന്നാലും അതിന്റെ ഡയമെൻഷൻസ് ഫോമിൽ കണ്ടെത്താൻ കഴിയും, ഇക്വേഷൻസ് അറിയാമെങ്കിൽ. ലേറ്റന്റ് ഹീറ്റ്. അടുത്ത തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഹീറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഇൻറ്റു ടൈം എന്നാണ്. ഒറ്റ ഒരെണ്ണം കൂടെ ഹോംവർക്ക്. എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുമ്പം ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എന്നാണ്. ഇത്ര ഇക്വേഷൻസിന്റെ ഡയമെൻഷണൽ ഫോമുല അടുത്ത ദിവസം കണ്ടെത്തിക്കൊണ്ട് വരുമോ? Yes, sir. ഇതിനകത്ത് ഹെൽപ്പിന് വേണ്ടി എന്തെങ്കിലും വേണോ? അലീന, എൻട്രോപ്പി ഇക്വേഷൻ ആണ് ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ലാസ്റ്റിന്റെ മേലെ എഴുതിയത് ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് ടൈം ആണ്. ഏതാണ് ലാസ്റ്റിന്റെ തന്നെ മുകളിലുള്ളത് ടെമ്പറേച്ചർ കഴിഞ്ഞിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഹീറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഏരിയ ടെമ്പറേച്ചർ ഇൻറ്റു ടൈം. ഏരിയ ടെമ്പറേച്ചർ ഇൻറ്റു ടൈം. നാളെ ഇത് മൊത്തം ചെയ്തുകൊണ്ട് വരുമോ? ഐ മീൻ അടുത്ത ക്ലാസ് Yes, sir. ഇല്ലെന്നോ? Yes, sir. Yes, sir. ഇത്ര ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? No, sir. അപ്പൊ നമ്മള് അടുത്ത ദിവസം ഇത് ഡയമെൻഷൻസ് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഈ ഡിസ്റ്റൻസ് ഏരിയയുടെ വോളിയം ഡെൻസിറ്റി സ്പീഡ് ആക്സലേഷൻ വെലോസിറ്റി സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയമെൻഷൻസ് ഫോമിൽ അറിയിക്കാം. ആദ്യം ഞാൻ തന്നിട്ടുള്ള ഏകദേശം ഒരു 20-25 എണ്ണത്തിനകത്തുള്ളത് വൃത്തിയായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. എപ്പോ ചോദിച്ചാലും പറയുന്ന രീതിയിൽ ചെയ്യണം. ക്ലിയർ ആണോ? Yes, അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടോ? അലീന? No, sir. ഓക്കെ, ശരി. എന്നാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Thank you, sir. Thank you, sir. Okay, welcome.